ഏതാനും ദിവസത്തെ സിയാറത്തുകൾക്കായി ഒരാഴ്ച മുമ്പ് ഈജിപ്തിലെ കൈറോയിലെത്തിയതാണ്. വിവിധ ഭാഗങ്ങളുടെ സിയാറത്തിൻ്റെ ഭാഗമായി ഇന്ന് എത്തിയിട്ടുള്ളത് ബഹൻസ എന്ന് പറയുന്ന പ്രദേശത്താണ്. കൈറോയിൽ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തണം ബഹൻസയിൽ. ബഹൻസയെക്കുറിച്ച് പറയുന്നത് ബഖീഉ മിസ്റിലെ ജന്നത്തുൽ ബഖീഉ എന്നാണ്. ആയിരക്കണക്കിന് സ്വഹാബത്തിൻ്റെ മഖ്ബറകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. അതിൽ 70ഓളം ബദരീങ്ങളുണ്ട് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മഹാനാകുന്ന ഫാത്തിഹ് മിസ്ർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കാഹിറയും ഇസ്കന്ദരിയും കീഴടക്കിയ ശേഷം ബാബു സഈദ് മിസ്ർ എന്നറിയപ്പെടുന്ന ബഹൻസയെ കീഴടക്കാൻ വേണ്ടിയുള്ള സൈനിക മുന്നേറ്റത്തിൻ്റെ ഭാഗമായാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് സ്വഹാബത്ത് ഇവിടെ വരുന്നത്. 5000-ലധികം വരുന്ന സ്വഹാബത്ത് ആ മുന്നേറ്റത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. അതിൽ ധാരാളം ആളുകൾ ആ പോരാട്ടത്തിൽ ഷഹീദാവുകയും അവരുടെ ഖബറുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളുണ്ട്, പ്രമുഖരാകുന്ന സ്വഹാബത്തുണ്ട്. അവരുടെ മക്ബറകൾ കൊണ്ട്, അന്ത്യവിശ്രമം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ഇടം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മരച്ചുവട് അനുഗ്രഹീതമാണ്. ഷജറത്തുൻ തയ്യിബ, മുബാറക്കത്താണ് ഈ മരം. ചരിത്രത്തിൽ പറയപ്പെടുന്നത് മഹദിയാകുന്ന മറിയം ബീവിയും ഈസാ നബി അലൈഹിസ്സലാമും സഈദ് മിസ്റിലേക്കുള്ള യാത്രയിൽ ഇവിടെ വരികയും ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. കുറേ കാലങ്ങളായി ഈ മരം ഇങ്ങനെയുണ്ട് എന്ന് പഴമക്കാർ രേഖപ്പെടുത്തുന്നുമുണ്ട്. അല്ലാഹു തആല അവൻ്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും സർവവും സമർപ്പിച്ച മഹാന്മാരാകുന്ന സഹാബത്തിൻ്റെ ചാരത്താണ് നമ്മളുള്ളത്. അവരുടെ പുണ്യം കൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണം വരെ സർവവും സമർപ്പിക്കാൻ നമുക്കും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.